നമസ്കാരം. അല്പം ചരിത്രപരവും അതുപോലെ തന്നെ ഇത്തിരി കൗതുകകരവും വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അല്പം ചേർച്ചയുള്ള ഒരു എഴുത്ത് ശ്രദ്ധയിൽപ്പെട്ടു. അഡ്വക്കേറ്റ് കമൽജിത്ത് കമലാസനൻ. അദ്ദേഹത്തിന്റെ ചില പോസ്റ്റുകളോടും ചില അഭിപ്രായങ്ങളോടും ഒക്കെ നമുക്ക് വിയോജിപ്പുണ്ട്. എന്നാൽ പോലും അദ്ദേഹം ഇത് വളരെ രസകരമായി തന്നെ ഈ ഒരു പോസ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലല്പം ചരിത്രമുണ്ട്, വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുണ്ട്, അല്പം രസകരമായ സംഭവങ്ങളുമുണ്ട്, അല്പം സർക്കാസവുമുണ്ട്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. പിണറായി വിജയൻ 2500 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് കമൽജിത്ത് ഈ പോസ്റ്റ് തുടങ്ങുന്നത്. പുനർജന്മത്തിൽ വിശ്വാസമില്ലാത്തവർ ആണ് നിങ്ങൾ എങ്കിൽ സയൻസ് പറയുന്നത് നോക്കുക. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്ന് പറയപ്പെടുന്നുണ്ട്. ജീവൻ എന്നതിനെ എനർജിയുടെ ഭാഗമായി കണ്ടാൽ അതിന് രൂപാന്തരം മാത്രമാകും സംഭവിക്കുക. അപ്പോഴും സ്വഭാവ സവിശേഷതകൾ അതേപടി ആവർത്തിച്ചേക്കാം. അത് ശാസ്ത്രമാണ്. പിണറായി വിജയന്റെ അതേ സ്വഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പോസ്റ്റിലെ ഹീറോ. ആ ഹീറോയെ കുറിച്ചാണ് പറയുന്നത്. അജിത് കേശ്കാമ്പാൾ എന്ന ഇന്ത്യൻ തത്വചിന്തകനെ കുറിച്ചാണ് പറയുന്നത്. അജിത് കേശ്കാമ്പാൾ, അജിതൻ കേശ്കാമ്പാൾ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട്. ബുദ്ധന്റെയും മഹാവീരന്റെയും കാലത്ത് ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഭൗതികവാദിയായിരുന്നു. ഭൗതികവാദി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ സഖാവ്. സന്ദേഹവാഹിയുമായ ഒരു നാസ്തികനായിരുന്നു അജിതൻ. അതായത് ദൈവമില്ല എന്ന് പറയുന്ന വ്യക്തി. മനുഷ്യരുടെ മുടി കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നത് കൊണ്ടാണ് ഇയാൾക്ക് കേശ്കാമ്പാൾ എന്ന പേര് ലഭിച്ചത്. മരണാനന്തര ജീവിതം, പരലോകം ഇവയിലൊന്നും വിശ്വസിക്കാതെ ഇരുന്ന അജിതനാണ് ചതുർഭൂതങ്ങളുടെ സംയോജനം കൊണ്ടാണ് പ്രപഞ്ചവും മനുഷ്യനും ഉണ്ടായത് എന്ന് ആദ്യമായി പ്രസ്താവിക്കുന്നത്. ഇതിന്റെ കോപ്പി മാത്രമാണ് ആത്മാവ്, ശരീരത്തിൽ ഉൽപാദനം എന്ന മാർക്സിയൻ സിദ്ധാന്തം. അതിന്റെ അടിസ്ഥാനം ഇയാളുടെ ഒരു തത്വചിന്തയാണ്. തിന്മ കൊണ്ടും അനാചാരങ്ങൾ കൊണ്ടും ഒരു ദോഷവുമില്ലെന്നും മോഷണവും കൊള്ളയും കൊലപാതകവും ഒന്നും പാപമുണ്ടാക്കില്ല എന്നുമായിരുന്നു അജിതന്റെ തിയറി. അജിതൻ പക്ഷേ ഫേമസ് ആയത് മറ്റൊരു ആഹ്വാനം കൊണ്ടായിരുന്നു. ജനിച്ചത് നമ്മുടെ ഇഷ്ടത്തിനല്ല, മരണം പക്ഷേ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് തീരുമാനിക്കാം. അതുകൊണ്ട് എല്ലാവരും പോയി ആത്മഹത്യ ചെയ്യൂ എന്നായിരുന്നു പുള്ളിയുടെ ആഹ്വാനം. വിപ്ലവകാരിയും ദൈവം എന്ന ബൂർഷയെ നേരിടുന്ന ധീരനുമായ അജിതന്റെ വാക്കുകേട്ട് 10,000 അക്കാലത്ത് മഗധയിൽ ആത്മഹത്യ ചെയ്തതായി ചരിത്രം പറയുന്നു. എന്നാൽ അജിതൻ 95 വയസ്സ് വരെ ജീവിച്ചിരുന്നു. മരിക്കാറായി കിടക്കുന്ന അജിതനെ സമീപിച്ച് ഒരാൾ ചോദിച്ചു. അത് ഇനിയുള്ളത് അല്പം സർക്കാസമാണ്. അങ്ങയുടെ വാക്കുകേട്ട് 1000 ആത്മഹത്യ ചെയ്തു, അങ്ങിപ്പോഴും ജീവിച്ചിരിക്കുന്നു. എന്ത് അസംബന്ധമാണിത്? വരാൻ പോകുന്ന കാലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കമ്പ്യൂട്ടറിന് എതിരെ സമരം ചെയ്തിട്ട് 2-3 ആപ്പിൾ ഫോണും ലാപ്ടോപ്പും കൊണ്ടു നടക്കുന്നത് പോലെയാണല്ലോ ഇത്. അജിതൻ ഇപ്രകാരം മറുപടി പറഞ്ഞു പോലും. എന്റെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാൻ ഞാൻ ജീവിച്ചിരിക്കേണ്ടി വന്നു. എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ വരുമ്പോൾ ജനങ്ങളെ ആര് ഉദ്ബോധിപ്പിക്കും? അതിനാൽ എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ പോലും ജീവിതത്തെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. മരണമാണ് എനിക്കിഷ്ടം, പക്ഷെ മറ്റുള്ളവരെ പിന്നെ ആര് പറഞ്ഞു മനസ്സിലാക്കും? എന്റെ ദൈവമേ. ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായില്ലേ? നാഴികയ്ക്ക് 40 വട്ടം അമേരിക്കയെ ബൂർഷ്വ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, തെമ്മാടി, കുത്തകരാഷ്ട്രം എന്നൊക്കെ വിളിച്ചിട്ടും ചികിത്സ തേടി പിണറായി വിജയൻ അങ്ങോട്ട് പോകുന്നതിന്റെ കുട്ടൻസ് പിടികിട്ടിയില്ലേ? ഈ ലോകത്ത് ഒന്നും ആരും നശിക്കുന്നില്ല സുഹൃത്തുക്കളെ, രൂപമാർഗം മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പം ഈ അജിത് കേശ്കാമ്പാൾ എന്ന് പറയുന്ന വ്യക്തി 2500 വർഷങ്ങൾക്ക് ഇപ്പുറം രൂപമാണ് പിണറായി വിജയനായി പരിണമിച്ചതാണ് എന്ന് വളരെ ആക്ഷേപഹാസ്യ സ്വരത്തിലും ആശയത്തോടും കൂടി കമൽജിത്ത് കമലാസനൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇതിനകത്ത് പ്രത്യേകിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. രസകരമായ പോസ്റ്റാണ്. 2500 വർഷങ്ങൾക്ക് മുൻപും ഒരു പിണറായി വിജയൻ ഭാരതത്തിൽ ജീവിച്ചിരുന്നു, ബുദ്ധന്റെയും മഹാവീരന്റെയും ഒക്കെ കാലത്ത് എന്ന ചരിത്രപരമായ ഒരു വസ്തുത കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. രസകരമായ പോസ്റ്റ്, കൗതുകകരമായ പോസ്റ്റ്. രാഷ്ട്രീയത്തെ ഇങ്ങനെ രസകരമായും നമുക്ക് ചിത്രീകരിക്കാം, ചരിത്രപരമായും ചിത്രീകരിക്കാം എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് അഡ്വക്കേറ്റ് കമൽജിത്തിന്റെ ഈ ഒരു പോസ്റ്റ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം.
വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.